എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് സൽക്കാര വീടുകളിലും അതുപോലെ തന്നെ കല്യാണ വീടുകളിലെല്ലാം വിളമ്പാറുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ്. ബസ്മതി റൈസ് രണ്ട് ടൈപ്പ് ഉണ്ട്, വൈറ്റ് കളറിലുള്ളതും അതുപോലെ തന്നെ ഒരു ഗോൾഡൻ കളർ വരുന്നതുമായിട്ടുള്ള രണ്ട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് മിക്സ് ആയി പോയതാണ്. അപ്പോൾ ഇത് ടോട്ടൽ ഇപ്പോൾ 1 കിലോ ഉള്ളത് 4 ഗ്ലാസ്സിന് അരി ഉണ്ടാകും. ഇത് നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നേരെങ്കിലും നമ്മൾ കുതിർക്കാൻ വേണ്ടി വെക്കണം. പിന്നെ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കന് ഒരുപാടൊന്നും വേണ്ട, 3-4 പീസ് മതിയാകും കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്, അതൊന്ന് ഐസ് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിളും കൂടി നമുക്ക് കട്ട് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് ഇവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഒന്ന് എടുത്തിട്ടുള്ളൂ, ചെറുതാക്കി കട്ട് ചെയ്താണ്. അതുപോലെ തന്നെ വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്താണ്. ഇഞ്ചിയും അതുപോലെ തന്നെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ സവാളയാണ് വേണ്ടത്. സവാള ഞാനിവിടെ 2 എണ്ണം എടുത്തിട്ടുള്ളൂ, അതും ചെറുതാക്കി കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചതാണ്. പിന്നെ അതിൻ്റെ കൂടെ ബീൻസ് എടുത്തിട്ടുണ്ട്, ഒരു 4-5 ബീൻസ് മതിയാകും കേട്ടോ. അതും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മാഗി ക്യൂബ് ഉണ്ട്, പിന്നെ ഒരു പച്ചമുളക്. ഇത്രയും കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണ് ക്യാപ്സിക്കം. അപ്പോൾ ഞാനിവിടെ ഒരു ക്യാപ്സിക്കം ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബീൻസിന് കൂടെ ആയിട്ടാട്ടോ കാണാത്തത്. അതിൻ്റെ കൂടെ ടൊമാറ്റോ സോസും കൂടെ ആവശ്യമുണ്ട് കേട്ടോ ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചിക്കന് ഐസ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതാക്കി കട്ട് ചെയ്ത് വെക്കുകയാണ്. ഒരു 3-4 ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. വലിയ പീസ് നോക്കിയിട്ട് ഒരു 4 പീസ് എടുത്ത് മാറ്റി വെച്ചതാണ്. ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചിക്കൻ്റെ പീസിൽ നമുക്ക് മസാല തേച്ച് വെക്കണം കുറച്ച് സമയം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ മുളക് പൊടി 1 ടേബിൾ സ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ച് കളറും കൂടി ഈ സമയം നമുക്ക് ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പും ഞാനിവിടെ 1/4 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഒക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം, ആ മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതാ നമ്മൾ മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു ചിക്കൻ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അടച്ച് വെച്ചിട്ട് തന്നെ ചിക്കൻ വേവിച്ചെടുക്കണം. ചെറുതാക്കി കട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടിട്ട് പിന്നെ കുറച്ച് സമയം വേവിച്ചെടുക്കണം അടച്ച് വെച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അടുത്തത് വേണ്ടത് ഒരു 2 കോഴിമുട്ടയാണ്. അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാനിവിടെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു പിഞ്ച് ഉപ്പ് മതിയാവും കേട്ടോ. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടിയും വളരെ കുറച്ച് മതി, അത് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ആ പാനിൽ തന്നെ നമ്മൾ ചിക്കന് ഫ്രൈ ചെയ്തില്ല, ആ ഒരു പാനിൽ തന്നെ അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചിക്കി പരത്തണം. കോഴിമുട്ട ഒന്ന് ചിക്കി പരത്തണം. 1 കിലോ അരിക്ക് ഞാനിവിടെ 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ചധികം വേണമെന്നുള്ളവർക്ക് ഇതിൻ്റെ എണ്ണം കൂട്ടാം. ഞാനിവിടെ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബൗളിലേക്ക് തന്നെ ഇത് മാറ്റാം. ഇത് നമുക്ക് അവസാനം മതി. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ആദ്യം തന്നെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. എന്ത് റെഡിയാക്കുകയാണെങ്കിലും നമ്മൾ ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുമ്പോൾ അതിനൊരു വല്ലാത്തൊരു ഫ്ലേവറാണ്, നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഇനി നമുക്കിത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റിന് അത്യാവശ്യം വേവ് ഉള്ളതുകൊണ്ട് തന്നെ അത് കുറച്ച് സമയം വെന്ത് കിട്ടണം. അപ്പോൾ അടച്ച് വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക. നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബീൻസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നല്ല പോലെ വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. മാക്സിമം ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പൈനാപ്പിൾ അതുപോലെ തന്നെ കുറച്ചും കൂടെ പച്ചക്കറികളൊക്കെ നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പച്ചക്കറികൾ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ ടേസ്റ്റിന് ഒരു കുറവുണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്.
എന്നിട്ട് അതും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മാഗി ക്യൂബാണ്. ഒരു മാഗി ക്യൂബ് ആട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു മാഗി ക്യൂബ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പണി ചെയ്യും കേട്ടോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ടൊമാറ്റോ സോസ്. അത് മെയിൻ ആട്ടോ, ടൊമാറ്റോ സോസ് ഇതിലേക്ക് മസ്റ്റാണ്. അപ്പോൾ ടൊമാറ്റോ സോസ് നമുക്ക് ചെറിയ പാക്കിലൊക്കെ കിട്ടൂലേ, അങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ അങ്ങനെ വാങ്ങിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ള റൈസ് നമ്മൾ വേവിച്ചെടുക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ സാധാ നമ്മൾ എങ്ങനെയാണ് ചോറൊക്കെ വെക്കുന്നത് അതുപോലെ തന്നെ ആണ് റൈസ് വേവിച്ചെടുക്കുന്നത്. ജസ്റ്റ് റൈസ് മാത്രം ഒന്ന് വേവിച്ചെടുക്കുകയാണ്. റൈസ് നമ്മൾ വേവിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വെള്ളം തിളക്കുന്ന സമയത്ത് അരി ഇടൂല, ആ ഒരു സമയത്ത് തന്നെ ഒരു ലെമണിൻ്റെ ഫുള്ളായിട്ടുള്ള ജ്യൂസ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അരി ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. സാധാരണ നമ്മൾ എങ്ങനെയാണോ അരി വേവിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ എടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 പൊടിക്കാത്ത കുരുമുളക് അതുപോലെ തന്നെ കറാമ്പട്ട ചേർത്ത് കൊടുക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മസാല തയ്യാറാക്കുന്ന സമയത്ത് തന്നെ സൺഫ്ലവർ ഓയിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ കോഴിമുട്ടയും ചിക്കിയതും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി അടച്ച് വെച്ചിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതാ നമ്മൾ ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് വേവായിട്ടില്ല, ഒരു പാകം വേവായിട്ടുള്ളൂ കേട്ടോ. അത് നമ്മൾ ഈ ഒരു മസാലൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് ഇടുന്നത്. കുറച്ച് മസാല ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ റൈസ് ഇടുക, അങ്ങനെ കുറച്ചായിട്ടാണ് ഇടുന്നത്. അങ്ങനെ കുറച്ച് സമയം നമ്മൾ ഫ്ലെയിം ചെറുതാക്കി വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുന്നത് കുറച്ചുകൂടി നല്ലതാവും. അപ്പോൾ ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ റൈസിൻ്റെ മുകളിലായിട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ടൊമാറ്റോ സോസ് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് സമയം ഫ്ലെയിം ചെറുതാക്കിയിട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം നമ്മളൊന്ന് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയപ്പോൾ തന്നെ കാലിയായിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. അതിൻ്റെ കൂടെ നമ്മൾ ഇങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഇത് നല്ല അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് പീസ് എടുത്തിട്ട് നമ്മൾ ചിക്കൻ ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.